ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ അജയ് ദേവ്ഗന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിന്റെ ശത്രു എന്നുള്ളതാണ്. ചില സമയങ്ങളിൽ എന്തു തോന്നുന്നു വെച്ചാൽ താങ്കൾ തന്നെ താങ്കളുടെ വീട് ഇടിച്ചു കളഞ്ഞിട്ട് ഒറ്റയ്ക്ക് നിന്ന് ചിരിക്കുന്നു. അതായത് 2000 വർഷങ്ങളിൽ താങ്കളുടെ എല്ലാ സിനിമകളും ഹിറ്റായിരുന്നു, എല്ലാം പീക്കിലായിരുന്നു. താങ്കൾ പ്രൊഡ്യൂസറായി, രാജു ചാച്ച ചെയ്തു, അതിൽ കോടിക്കണക്കിന് നഷ്ടം ഏർപ്പെട്ടു. ഐ തിങ്ക് എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും കുറേയൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ രാജു ചാച്ച എന്നൊരു പടം വളരെയധികം നഷ്ടങ്ങൾ നേരിട്ട സിനിമയാണ്. കുറേ കാര്യങ്ങൾ ഞാൻ അതിൽ നിന്നും പഠിച്ചു. വളരെ നല്ല സിനിമയായിരുന്നു, പടം നല്ല ഓടുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ ബഡ്ജറ്റ് വളരെ കൂടുതലായതുകൊണ്ട് അത് കവർ ചെയ്യാൻ പറ്റിയില്ല. സോ ആ പടം കൊണ്ട് തന്നെ ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കി. മഹേഷ് ഭട്ട് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ അജയ് ദേവ്ഗന് ആ ഫിലിമിന്റെ കടം അടയ്ക്കാൻ വേണ്ടി ശരിക്കും കഷ്ടപ്പെടേണ്ടി വന്നു എന്നാണ്. അതെനിക്ക് ശരിയായി തോന്നിയില്ല. ആ പടം കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കടങ്ങളുണ്ടായി. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വളരെയധികം പരിശ്രമിച്ചിട്ട് തന്നെയാണ് ഞാൻ ആ പടത്തിൽ നിന്നുണ്ടായ കടങ്ങളൊക്കെ തീർത്തത്. പക്ഷേ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ താങ്കൾ പ്രൊഡ്യൂസറായി, ഡയറക്ടറായി, ഇപ്പോൾ വെറും ആർട്ടിസ്റ്റ് മാത്രമാണ്. ചെറിയ വയസ്സെന്ന് പറയുമ്പോൾ 41. അത് വലിയ വയസ്സാണോ? നോക്കൂ, ഞാൻ അങ്ങനെയൊന്നും ലൈഫിൽ റൂളൊന്നും നോക്കുന്ന ആളല്ല. എൻ്റെ മനസ്സ് എന്താണോ പറയുന്നത് അത് ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ ഞാൻ ലൈഫിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ എന്ത് ചെയ്താലും അത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമാണ്. എൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ പോലെ. ഞാൻ ആർക്കും നഷ്ടം ഉണ്ടാക്കിയിട്ടില്ല. അതുപോലെ എനിക്ക് നഷ്ടം വന്നിട്ടില്ല. സോ ഐ ആം വെരി ഹാപ്പി വേർ ഐ ആം, വാട്ട് ഐ ആം, ബിക്കോസ് അതെല്ലാം എൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ വെച്ച് മാത്രമാണ്. മറ്റൊരു അലിഗേഷനും ഉണ്ട്, അതായത് താങ്കൾ ഫിലിം ഇൻഡസ്ട്രിയുടെ റൂൾസ് ഒന്നും അനുസരിക്കാറില്ല. ഒരു അവാർഡ് ഫംഗ്ഷനും താങ്കൾ പോകാറില്ല, ഒരു അവാർഡും സ്വീകരിക്കാറും ഇല്ല. ഇഷ്ടമില്ലെന്ന് പറയാൻ പറ്റില്ല. അത് ചില അവാർഡുകൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ഫംഗ്ഷനിലൊന്നും ഞാൻ പോകാറില്ല. അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. നാഷണൽ അവാർഡ് വാങ്ങാൻ വേണ്ടി താങ്കൾ പോയിരുന്നു? ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് നാഷണൽ അവാർഡ് മേടിക്കാനായിട്ട് പോകാൻ കഴിഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ അത് എൻ്റെ തെറ്റല്ല. കാരണം ആ സമയത്ത് ഞാൻ ഊട്ടിയിൽ ഷൂട്ടിങ്ങിലായിരുന്നു. ആ സമയത്ത് ഒരു ഫ്ലൈറ്റ് മാത്രമേ അവിടുന്ന് ഡൽഹിയിലേക്ക് പോവുള്ളൂ. ആ ഫ്ലൈറ്റിൽ നിന്ന് ക്യാൻസലായിരുന്നു. അങ്ങനെ ആദ്യം നാഷണൽ അവാർഡ് എനിക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ അമ്മ ബോംബെയിൽ നിന്ന് ഫ്ലൈറ്റിന് ഡൽഹിക്ക് പോയി. അങ്ങനെ അമ്മ ഡൽഹിയിൽ ചെന്ന് എനിക്ക് വേണ്ടിയിട്ട് ആ നാഷണൽ അവാർഡ് വാങ്ങിക്കുകയായിരുന്നു. സെക്കൻഡ് നാഷണൽ അവാർഡ് വാങ്ങിക്കാൻ ഞാൻ പോയിരുന്നു. പക്ഷേ ഇൻഡസ്ട്രിയിലുള്ള മറ്റ് അവാർഡുകളൊന്നും താങ്കൾ സ്വീകരിക്കാറില്ല. അതെ, ഏകദേശം അങ്ങനെയാണ്. പക്ഷേ ഞാനതിനെ അംഗീകരിക്കുന്നില്ല എന്നൊന്നും പറയുന്നില്ല. ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ അവാർഡ് വാങ്ങിക്കാൻ തീരെ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നത്. താങ്കൾക്കും അമീർ ഖാനും മാത്രമേ ഈ അവാർഡൊക്കെ ശരിയല്ലെന്ന് തോന്നാറുള്ളൂ. അതെ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഗെയിം കളിക്കാനായിട്ട് പറ്റില്ല. പ്രശ്നത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല, ഷോ ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓസ്കാറിന് മാത്രമേ ഫിറ്റ് ഉള്ളൂ, ഇന്ത്യൻ അവാർഡിനില്ല. ഒരുപക്ഷെ അദ്ദേഹം പറയുന്നത് ശരിയായിരിക്കാം. സോ താങ്കളും താങ്കളുടെ സിനിമയെല്ലാം ഓസ്കാർ അവാർഡിന് വേണ്ടി അയക്കുമോ? ഇതുവരെ ഞാൻ ശ്രമിച്ചിട്ടില്ല. ശ്രമിച്ചു വേണമെങ്കിൽ നോക്കാം. മറ്റൊരു കാര്യം, സാധാരണ സ്റ്റാർസൊക്കെ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യാറുണ്ട്, ജനങ്ങളുടെ മുന്നിൽ നിന്ന് ഡാൻസ് ഒക്കെ കളിക്കാറുണ്ട്. പക്ഷേ താങ്കളെ ഇതുവരെ ഞാൻ എങ്ങും കണ്ടിട്ടേ ഇല്ല. അതൊരു പേഴ്സണൽ കാര്യമാണ്. എനിക്കത് ഇഷ്ടമല്ല. ഞാനത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യില്ല. എനിക്ക് തോന്നുന്നത് എൻ്റെ ജോലി ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമാണ്. അതുപോലെ ഒരു ആക്ട്, ഒരു ടാലൻ്റ് ഉണ്ട്. ഒരുപക്ഷെ ഞാനത് മിസ്യൂസ് ചെയ്യുന്ന പോലെ തോന്നും. സോ ഞാനത് ചെയ്യില്ല. പക്ഷേ ചില ആൾക്കാർക്ക് അത് പ്രയോറിറ്റി ആയിരിക്കാം. അത് അവരുടെ മാത്രമായ ഇഷ്ടങ്ങളായിരിക്കാം. എനിക്ക് തെറ്റെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പ്രിയമായിരിക്കാം. അതുപോലെ മറ്റുള്ളവർക്ക് പ്രിയമായത് എനിക്ക് തെറ്റായിട്ട് തോന്നാം. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, ഇതുപോലെ പലരും കാണും, ലക്ഷക്കണക്കിന് ആൾക്കാർ താങ്കളെ ഇഷ്ടപ്പെടുന്നവരായിട്ടുണ്ട്. അതായത് ആർട്ടിസ്റ്റ് എന്ന് വെച്ചാൽ ക്യാമറയുടെ മുന്നിൽ മാത്രമേ പാടുള്ളൂ, സ്റ്റേജിലൊന്നും പോകാൻ പാടില്ലെന്നുള്ള രീതിയിൽ. പക്ഷേ ഇതിനെ ഞാനൊരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഐ തിങ്ക് സോ. ഈ ഫംഗ്ഷനിലൊക്കെ ഡാൻസ് കളിക്കുന്നതോ കല്യാണത്തിലൊക്കെ ഡാൻസ് കളിക്കുന്നതോ എൻ്റെ ജോലിയല്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ചില ആർട്ടിസ്റ്റുകളുണ്ട്, താങ്കളുടെ സുഹൃത്തുക്കളാണ്, അവർ പറയുന്നത് ഞങ്ങൾ എവിടെ എപ്പോൾ വേണമെങ്കിലും ഡാൻസ് കളിക്കുമെന്നാണ്. അത് എനിക്ക് തോന്നുന്നത് അവരങ്ങനെ ചെയ്യുമ്പോൾ അവർക്കായിട്ടുള്ളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നാണ്. നിങ്ങൾ എന്നെ ശാസിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ തന്നെ എന്നെ ശാസിക്കുകയാണെങ്കിൽ താങ്കൾക്ക് പിന്നെ ഒന്നും പറയാൻ കഴിയില്ല. സോ അവരൊരു ഭിത്തി കെട്ടിവെച്ചിരിക്കുകയാണ്. അത് അവരുടെ തോന്നലാണ്, അവരുടെ ശരികളാണ്. എനിക്കതിലൊന്നും പറയാനില്ല. അതെനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. താങ്കളുടെ ഫസ്റ്റ് ഡയറക്ടർ കുക്കു, അതെ, അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ അജയ് ദേവ്ഗന്റെ കണ്ണിൽ ഒരു ഹിപ്നോസിസ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കലിനെ പോലും ഹിപ്നോട്ടിസ് ചെയ്യും.
ഐ തിങ്ക് ഇത് മനോഹരമായൊരു കോംപ്ലിമെൻ്റ് ആണ്. ഞാൻ ഈ പടത്തിന് ശരിക്കും ഒരു വളരെ നന്ദിയും കടപ്പാടുമുള്ള ആളാണ്. ഫൂൽ ഓർ കാട്ടെ, ഞാൻ ആ പടത്തിൽ നിന്നാണ് തുടങ്ങിയത്. അദ്ദേഹത്തിൽ നിന്നാണ് തുടങ്ങിയത്. സോ പിന്നെ പ്രത്യേകമായി അദ്ദേഹം താങ്കളുടെ കണ്ണിനെക്കുറിച്ച് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, തീർച്ചയായിട്ടും താങ്കളുടെ കൂടെ ജോലി ചെയ്ത എല്ലാ ഹീറോയിൻസിനെയും താങ്കൾ ഹിപ്നോട്ടൈസ് ചെയ്ത് കാണുമെന്നാണ് പറയുന്നത്. നിങ്ങൾ പറയുന്നത് സത്യമായിരുന്നെങ്കിൽ അത് വളരെ നന്നായാണ്. ബട്ട് എനിക്ക് യൂസ് ചെയ്യാൻ അറിയില്ല. ഞാൻ വേണമെങ്കിൽ അത് യൂസ് ചെയ്ത് നോക്കാം. എൻ്റെ അടുത്ത് ചില ന്യൂസ് പേപ്പറിൻ്റെ ക്ലിപ്പിംഗ്സ് ഒക്കെ ഉണ്ട്. കങ്കണ റണാവത്ത് അവരെന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, അതായത് അജയുടെ മേൽ എനിക്ക് നല്ലൊരു ഇംപ്രഷൻ ഉണ്ട്, അജയോടൊപ്പം മാക്സിമം സിനിമ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന്. ആക്ച്വലി അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് പടം. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്തത്. ദാറ്റ്സ് എ വെരി ബിഗ് കോംപ്ലിമെൻറ്റ്. രണ്ടാമത്തെ ന്യൂസ് ബിഭാഷയാണ് അജയുടെ മേൽ ഇംപ്രഷൻ ആയെന്ന്. സാർ, ഇതൊക്കെ ഒരു ഹെഡ്ലൈൻ മാത്രമാണ്. ഹെഡ്ലൈൻ. മൂന്നാമത്തെ ഹെഡ്ലൈൻസ്, അജയുടെ കൂടെയുള്ള എൻ്റെ കെമിസ്ട്രി വളരെ നല്ലതാണ്, കരീന കപൂർ. പിന്നെ നാലാമത്തെ, അജയ്ക്ക് എല്ലാവരേക്കാൾ ചിരിച്ച മുഖമാണ്, കൊങ്കണ സെൻ. ഐ തിങ്ക് ഇറ്റ്സ് കോംപ്ലിമെന്റ്. എല്ലാവരും അത് ഇഷ്ടപ്പെടുന്നു. താങ്ക് യു. ഇതിനും താങ്കൾ താങ്ക് യു പറയണമെന്നാണ് തോന്നുന്നത്. എല്ലാവരേക്കാളും കുറച്ച് കുറുമ്പ് കൂടുതലാണ് അജയ്ക്ക്, അസിൻ. അത് ചില കുറുമ്പത്തരങ്ങളൊക്കെ നമ്മൾ കാണിക്കേണ്ടതുണ്ടല്ലോ. ഫിലിം ഷൂട്ടിങ്ങിന് പോകുമ്പോൾ 70-80 ഡേയ്സ് 100-200 ആൾക്കാരോടൊപ്പം ജോലി ചെയ്യണം. നമ്മുടെ കൂടെ നമ്മുടെ ഫാമിലി ഇല്ല. ഒരുപക്ഷെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു ഫണ്ണും ഇല്ലാതെ ഒരു രസം ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ഫൺ ഇല്ല എന്നുണ്ടെങ്കിൽ അത് സുഖമായിരിക്കില്ല. ഒരു ഫണ്ണുണ്ടെങ്കിൽ അതൊരു ബോണ്ടിങ് ആയിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടായാൽ നമുക്കൊരു 70-80 ഡേയ്സ് തീരുന്നതേ അറിയില്ല. മറ്റൊരു കാര്യം ഞാൻ അറിഞ്ഞത്, ഒരു ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് താങ്കൾ കരീന കപൂറിനോട് പറഞ്ഞത് അവരുടെ മുറിയിൽ ഒരു ആത്മാവ് ചുറ്റിക്കറങ്ങുന്നുണ്ട്. എക്സാക്ട്ലി അങ്ങനൊന്നും നടക്കില്ല യൂണിറ്റിൽ. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ടെന്നുള്ളത് സത്യമാണ്. പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പേടിപ്പിക്കും, തമാശ പറയും. പിന്നെ പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകും. ഞങ്ങളുടെ ജോലി അങ്ങനെയുള്ളതാണല്ലോ. ഞങ്ങൾ ഭയങ്കര ലക്കിയാണ്. പുതിയ പുതിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ടല്ലോ, ലോകം കാണുന്നു, അങ്ങനെ പുതിയ പുതിയ കഥകൾ ഉണ്ടാക്കുന്നു. ആ ഹീറോയിൻസിനെ കുറിച്ചും എനിക്കറിയാം, അവരുടെ കമൻസിനെ കുറിച്ചും അറിയാം. കാജലിന്റെ കൂടെ ജോലി ചെയ്യുമ്പോൾ അവരെയും പേടിപ്പിച്ചെന്ന് കേട്ടു. ഇല്ലില്ല, ഉറപ്പായിട്ട് അടിയേ നടക്കുള്ളൂ. സാർ, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങളുടെ വളർച്ചയിൽ കജോൾ മേഡത്തിന് എത്രമാത്രം പങ്കുണ്ട്? അത് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഒരു മനുഷ്യൻ ജോലി ചെയ്താലും അവനൊരു ഫാമിലി ലൈഫ് ഉണ്ടെങ്കിലും അയാൾ സന്തോഷമായിട്ടിരുന്നാൽ മാത്രമേ അയാൾക്ക് ജോലി നല്ലതായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അയാൾ വീട്ടിൽ സന്തോഷവാനായിരിക്കണം, വീട്ടു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ കാജലിനാണ് കൊടുക്കുന്നത്. ഞാൻ വളരെ ലക്കിയാണ്, കാരണം എനിക്ക് കാജലിനെ പോലൊരു വൈഫിനെ ലഭിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കാജലും ഇത് തന്നെയാണ് ബിലീവ് ചെയ്യുന്നത്. അവർക്കും വളരെ വലിയൊരു ബോണ്ടിങ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഐ ഫീൽ ലൈക്ക് ആൻ ഔട്ട്സൈഡർ. അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. ഈ കാര്യത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയും. സോ ഐ തിങ്ക് ഇതിനുള്ള ഫുൾ ക്രെഡിറ്റ് ഞാൻ ഫാമിലിക്കാണ് കൊടുക്കുന്നത്. ഞാൻ താങ്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, കാജോൾ അല്ലാതെ വേറെ ഏത് ആക്ട്രസിന്റെ കൂടെയാണ് താങ്കൾ അഭിനയിക്കാൻ ഇഷ്ടപ്പെടുന്നത്? അതൊന്ന് ഞങ്ങളോട് ഷെയർ ചെയ്യാവോ? നിങ്ങൾ എത്ര ആക്ട്രസിനോട് വർക്ക് ചെയ്യാൻ പറഞ്ഞാലും ഞാനത് ചെയ്യും. സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ മാരേജ് ലൈഫിൽ നിങ്ങൾക്ക് എന്നും ഓർക്കാനുള്ളൊരു സംഭവം എന്താണ്? അത് ഞങ്ങളോട് ഷെയർ ചെയ്യാമോ? ഒന്നും തന്നെ ഇല്ലേ സാർ? താങ്കൾക്ക് താങ്കളുടെ കാര്യം ഓർമ്മയുണ്ടോ? താങ്കളപ്പോൾ പറഞ്ഞു വരുന്നത് താങ്കളുടെ കണ്ണുകളുടെ ഹിപ്നോട്ടിസ് ശക്തി താങ്കൾ പ്രയോജനപ്പെടുത്തുമെന്നാണ്. അങ്ങനെയാണോ കാജലിന്റെ മനസ്സ് ജയിച്ചത്? അതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കും അറിയില്ല. ബട്ട് അത് യൂസ് ചെയ്യാനുള്ള ഇന്റൻഷൻ എനിക്കിപ്പോൾ ഇല്ല. യൂസ് ചെയ്യണമെങ്കിൽ ഞാനത് പഠിക്കുകയും ചെയ്യാം. കുറഞ്ഞ പക്ഷേ അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യുമെങ്കിലും ചെയ്യുമല്ലോ.